Dr. Leela, Head of the Department of Sociology, St. Teresa's, Professor Dr. Justin of Handstach College, the author of the book, Dr. Vinita, Dr. Linda, Dr. Sajida, and most dear friends and other faculty members. ഞാൻ സെൻറ്റ് തെരേസാസ് കോളേജിലേക്ക് വരുമ്പം എനിക്ക് പ്രത്യേക ഒരു അഭിമാനം തോന്നുന്ന നിമിഷം എന്ന് പറയുന്നത് എൻ്റെ മോൾ ഇവിടെ സോഷ്യോളജി വിഭാഗത്തിൽ പഠിക്കുകയും സോഷ്യോളജി വിഭാഗത്തിൽ പഠിച്ചതിന് ശേഷം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. എന്നെ അച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. അച്ചാച്ചൻ്റെ ഇന്ന പ്രഭാഷണത്തിൽ ഇന്ന തെറ്റുണ്ടല്ലോ എന്നൊക്കെ, ഇന്ന ഒരു കാഴ്ചപ്പാടിൽ തെറ്റുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ എന്നും സെൻറ്റ് തെരേസാസ് കോളേജിനോട് കടപ്പെട്ടിരിക്കുന്നു. സെൻറ്റ് തെരേസാസ് കോളേജിലെ പ്രത്യേകിച്ചും സോഷ്യോളജി വിഭാഗത്തിനോട് പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. അതൊരു സ്നേഹത്തിൻ്റെ ഒരു നന്ദി വാക്കുന്ന രീതി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ ആരെയും പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സന്തോഷം മേടിക്കാനോ വേണ്ടി പറഞ്ഞതല്ല. സത്യത്തിൽ സംഭവിച്ച കാര്യമാണ്. ഒരു മതിപ്പ് വില ഒരു കോളേജിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന, ഒരു കോളേജിനെക്കുറിച്ചുള്ളൊരു മതിപ്പ് വില, ഒരു ഫേസ് വാല്യൂ എന്നൊക്കെ മലയാളത്തിൽ വേണം പറയാം, നമ്മൾ മനസ്സിലാക്കുന്നത് ആ വിദ്യാർത്ഥികളുടെ കമൻറ്റുകളിൽ നിന്നാണല്ലോ. അപ്പോൾ എൻ്റെ മോളെന്നുള്ള രീതിയിലല്ല, ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ അവളുടെ കമൻറ്റ് എന്നെ തീർച്ചയായിട്ടും വളരെ സ്വാധീനിച്ചു. സെൻറ്റ് തെരേസാസ് കോളേജിനോടുള്ള എൻ്റെ ഒരു പ്രീ കൺസീവ്ഡ് നോഷനിൽ പോലും മാറ്റങ്ങൾ സംഭവിച്ചു. അതോടുകൂടി ഒരു ഷിഫ്റ്റ് സംഭവിച്ചു എന്നുള്ളതാണ്. ഇന്നിവിടെ സംസാരിക്കുന്നത് ഡോക്ടർ ജസ്റ്റിൻ മാത്യു എഴുതിയ ഭൗമരേഖ സാമൂഹിക പാരിസ്ഥിതിക ചരിത്രം എന്ന ഗ്രന്ഥത്തെക്കുറിച്ചിട്ടാണ്. എനിക്ക് വളരെ അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ് ഡോക്ടർ ജസ്റ്റിൻ്റെ ഈ ബുക്ക് DC ബുക്ക് ഇറക്കിയ സമയത്ത് അത് നേരിട്ട് DC ബുക്കിൽ നേരിട്ട് പോയി അന്ന് തന്നെ പോയി മേടിച്ച് അത് വായന തുടങ്ങി. 270 പേജുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഏകദേശം ഇൻഡെക്സ് ഒഴിച്ച് 270 പേജുകളിലൂടെയും ഞാൻ കടന്നുപോയി. കാരണം എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട് പാരിസ്ഥിതിക ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ വരണമെന്നും അതെനിക്ക് വായിക്കണമെന്നും ഒരു വലിയ ആഗ്രഹമുണ്ട്. ബിക്കോസ് ഐ ഹാവ് എ പാഷൻ ഫോർ മൈ ഡിസിപ്ലിൻ ഹിസ്റ്ററി. എനിക്കതിനോട് ഒരു ബേണിംഗ് ഡിസയർ ഉണ്ട് ഈ പാരിസ്ഥിതിക ചരിത്രത്തോട്. 1993 മുതൽ ഞാൻ MPhil പഠിക്കുന്ന അന്ന് മുതൽ തുടങ്ങിയ ഒരു ബേണിംഗ് ഡിസയറാണ്. സത്യത്തിൽ ഞാൻ വളരെ ഒരു ആക്സിഡൻ്റലായിട്ടാണ് ഈ എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററിയിലേക്ക് വരുന്നത്. കാര്യം കാര്യവട്ടത്തുണ്ടായിരുന്ന പ്രൊഫസർ കുസുമൻ സാർ പറഞ്ഞു, അപ്പോൾ കാര്യവട്ടത്ത് എല്ലാവരും ചെയ്യുന്നത് തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രം ഇന്ന് മാറി എന്തെങ്കിലും ഒരു ചരിത്രം സെബാസ്റ്റ്യൻ ചെയ്യൂ. ഞാനൊരു തിരുവിതാംകൂർ ഇഷ്യൂ ആയിട്ട് സാറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നീ കോട്ടയംകാരനല്ല, നീ കൊച്ചിയുടെ ചരിത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വലിയ കാര്യമായ വായനയൊന്നുമില്ല, നേരെ ലൈബ്രറി പോയി. സാർ പറഞ്ഞു കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എടുത്ത് വായിക്കാൻ പറഞ്ഞു. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എടുത്തു. നമ്മൾ ഈ ബൈബിളൊക്കെ തുറക്കത്തില്ല, ഇങ്ങനെ തുറക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു വാചകം നമുക്ക് വേണ്ടി എഴുതിയതുപോലൊക്കെ തോന്നാറില്ലേ, അതുപോലെ ഒരു അധ്യായം കണ്ടു, കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ. സത്യസന്ധമായി നിങ്ങളുടെ മുമ്പ് ഞാൻ പറയുകയാണ്, അതൊരു ഞാനിപ്പോൾ എൻ്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ ഒരു സിനിമാറ്റിക് കോയിൻസിഡൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ 32-33 പേജ് കണ്ടുണ്ട്. അതിനെക്കുറിച്ച് എഴുതിയ ആ ലേഖനം മൊത്തം, ആ കൊച്ചിൻ സ്റ്റേറ്റ് ട്രാംവേയെ കുറിച്ചിട്ട് എഴുതിയ മൊത്തം, അത് C. അച്യുതമേനോൻ്റെ ബുക്കാണ്. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിലൊരു ചാപ്റ്ററാണ് കൊച്ചിൻ സ്റ്റേറ്റ് ട്രാംവേ എന്ന് പറയുന്നത്. അത് മുഴുവൻ വായിച്ചു. ഒറ്റ ഇരിപ്പിന് തന്നെ വായിച്ചു തീർക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. അങ്ങനെയാണ് സത്യത്തിൽ ഈ ഫോറസ്റ്റ് ഹിസ്റ്ററിയിലേക്ക് ഞാൻ വരുന്നത്. അതൊരു സിനിമാറ്റിക് കോയിൻസിഡൻസ് തന്നെയാണ്, ആലോചിച്ച് ഉറപ്പിച്ച് വന്നതൊന്നുമല്ല. അതിനുശേഷമുള്ള വായനയിലൂടെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പാരിസ്ഥിതിക ചരിത്രത്തിൻ്റെ ഉള്ളറകളിലേക്ക്, അതിൻ്റെ വ്യത്യസ്ത അടരുകളിലേക്ക് കയറുവാനും സാധിക്കുകയും ചെയ്തു. പക്ഷേ എനിക്കൊരു വലിയൊരു കാഴ്ചപ്പാട് ഇതിനകത്ത് തന്നെ, നല്ല എത്ര സുന്ദരമായ ഒരു ടൈറ്റിലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത് ആരാണ് കൊടുത്തതെന്നറിയില്ല, പക്ഷേ എന്തായാലും പേജസ് ടു പെർസ്പെക്റ്റീവ് എന്നാണ് പറയുന്നത്. പേജസ് ടു പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പം നിങ്ങൾ, പക്ഷേ ഞാനിവിടെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് പറയുന്നത്. ഫ്രം പെർസ്പെക്റ്റീവ്സ് ടു പേജിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. പക്ഷേ എങ്കിലും ആ ടൈറ്റിൽ എത്ര സുന്ദരമായിട്ട്, പേജസ് ടു പെർസ്പെക്റ്റീവ്, എഴുതപ്പെട്ട ഒരു ടെക്സ്റ്റിൽ നിന്നും നിങ്ങളുടെ പെർസ്പെക്റ്റീവ്സ്, അത് മലയാളത്തിൽ കൃത്യമായ രീതിയിൽ അതിനെ പരിഭാഷപ്പെടുത്തുവാണെങ്കിൽ കാഴ്ചപ്പാട്, വീക്ഷണം എന്നുള്ളതല്ല, കാഴ്ചപ്പാടെന്നാണ് എൻ്റെ അർത്ഥം. കാഴ്ചപ്പാട്, നിങ്ങളുടെ ഒരു ദർശനം, ചരിത്ര സാമൂഹ്യശാസ്ത്ര ദർശനത്തിലേക്ക് നിങ്ങൾ തിരിയുന്നത് എങ്ങനെയെന്നുള്ളതാണ് സത്യത്തിൽ ഈ ബുക്ക് അങ്ങനെ തന്നെ ഒരു ബുക്കാണ്. കൃത്യമായി തന്നെ അതിനൊരു ടൈറ്റിൽ വരികയും ചെയ്തു എന്നുള്ളതാണ്. ആ ടൈറ്റിൽ ഞാൻ പ്രോബ്ലമറ്റൈസ് ചെയ്തതല്ല, പക്ഷേ അതിൻ്റെ ഒരു സ്ട്രെങ്തിനെ കുറിച്ച് ഞാൻ പറയുകയായിരുന്നു. ഭൗമരേഖ
എന്നാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു ടൈറ്റിലിൻ്റെ ആദ്യത്തെ ഭാഗം ഭൗമരേഖ. രണ്ടാമത്തെ ഭാഗം സാമൂഹിക പാരിസ്ഥിതിക ചരിത്രം. അങ്ങനെ തന്നെയാണല്ലോ, പാരിസ്ഥിതിക സാമൂഹിക ചരിത്രം. അപ്പോൾ ഭൗമരേഖ എന്ന് പറയുന്നത് സത്യത്തിൽ ഞാനിങ്ങനെ ആലോചിച്ചു, ജസ്റ്റിന് എന്തായിരിക്കും അങ്ങനെ കൊടുത്തത്. ഇപ്പോൾ ജസ്റ്റിന് ഓതറായിട്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് റീഡറായിട്ടുള്ള എനിക്ക് പറയുവാനുള്ള സർവ്വ അവകാശമുണ്ടല്ലോ. അത് റോളാങ് ബാർത്ത് എനിക്ക് തന്നിട്ടുള്ളതാണ്. അപ്പം ഓതർ ഇനി ഇല്ല, ഇനിയിപ്പോൾ റീഡറാണല്ലോ ഉള്ളത് അല്ലേ. ഡെത്ത് ഓഫ് ദ ഓതർ ആൻഡ് ബർത്ത് ഓഫ് ദ റീഡർ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ഞാനത് വായിച്ച സമയത്ത് ഞാൻ ആലോചിച്ചു, ഭൗമരേഖ എന്ന് പറയുമ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഓതർ അത് തന്നെയായിരിക്കും ഉദ്ദേശിച്ചത്. അതിനെക്കുറിച്ച് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കാര്യം അതിൽ അധിനിവേശമായി പോവും, കടക്കുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ്, ഭൗമരേഖ എന്ന് പറയുമ്പോൾ അതിനകത്ത് മനുഷ്യനുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇപ്പോഴത്തെ നമ്മളൊരു റീഡിങ് വെച്ചിട്ട് മനുഷ്യൻ അല്ലെങ്കിൽ മാനവ സമൂഹം എന്ന് പറയുന്നത് ഒരു ഭൗമശക്തിയായിട്ട് മാറിയിരിക്കുകയാണ്, പ്ലാനറ്ററി ഫോഴ്സായിട്ട് മാറിയിരിക്കുകയാണ്. അതാണല്ലോ ആന്ത്രോപോസീൻ എന്ന് നമ്മൾ പറയുന്നത്, ജിയോളജിക്കൽ ഏജൻ്റായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്, ഭൗമശക്തിയായിട്ട് മനുഷ്യൻ മാറിയിരിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ, ഹോളോസീൻ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ശരിക്കും ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആന്ത്രോപോസീൻ എന്ന് പറയുന്ന കാലഘട്ടത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ആ ടൈറ്റിൽ വളരെ സുന്ദരമായ രീതിയിൽ ആ ശീർഷകം വന്നു. ആ വന്ന വഴി ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത് കേട്ടോ. രണ്ടാമത് പാരിസ്ഥിതിക ചരിത്രത്തെക്കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്, പാരിസ്ഥിതിക സാമൂഹിക ചരിത്രത്തെക്കുറിച്ചിട്ടാണ്. അവിടെയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ആ ശക്തി, ആ കാമ്പ് കിടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പാരിസ്ഥിതിക സാമൂഹിക ചരിത്രം, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് സോഷ്യൽ എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ പാരിസ്ഥിതിക ചരിത്രം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ മഴയുടെ ചരിത്രം, അല്ലെങ്കിൽ കാറ്റിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ ചരിത്രം, കാടിൻ്റെ ചരിത്രം, പുഴയുടെ ചരിത്രം അല്ലേ, പുഴയുടെ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കാറില്ലേ. ഈ അടുത്ത കാലത്ത് കണ്ടൊരു ഡോക്യുമെൻ്ററി എൻ്റെ മനസ്സിനെ, എൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ഡോക്യുമെൻ്ററിയാണ് കാണാതായ പുഴ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി. കേരളീയം ചാനൽ ഇറക്കിയിരിക്കുന്ന 8 പാർട്ടിലുള്ള കാണാതായ പുഴ. ആ പുഴ കാണാനില്ല, ആ പുഴ എവിടെ പോയി? നീള നദിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്, ഭാരതപ്പുഴയെക്കുറിച്ചിട്ടാണ് പറയുന്നത്, കേരളത്തിലെ ഏറ്റവും വീതി കൂടി നദിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനെ കാണാനില്ല എന്നാണ് പറയുന്നത്. റെയിൽവേയുടെ ഓവർബ്രിഡ്ജ് ബ്രിഡ്ജിലൂടെ നമ്മൾ അങ്ങോട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ കാണാറുണ്ടല്ലോ, വലിയ മണലാരണ്യം, ഒരു ഡെസേർട്ട് പോലെയാണ് ഇങ്ങനെ കിടക്കുന്നത്, ഡെസേർട്ടാണ്. പുഴ എവിടെയെന്നുള്ളത് നമുക്ക് സംശയം വരും. പുഴയിൽ കാട് വന്നുപോയി, പുഴയെക്കുറിച്ചുള്ള മെമ്മറീസ്, എക്കോളജിക്കൽ മെമ്മറീസ് മാറുന്നു. പുഴയെക്കുറിച്ചുള്ള എക്കോളജിക്കൽ മെമ്മറീസ് മാറുന്ന സമയത്ത് മനുഷ്യനെക്കുറിച്ചുള്ള എക്കോളജിക്കൽ മെമ്മറീസും മാറും. മനുഷ്യൻ്റെ എക്കോളജിക്കൽ മെമ്മറീസ് നഷ്ടപ്പെടുകയാണ്. നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള, പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ സ്മൃതി, നമ്മുടെ ഓർമ്മ മണ്ഡലത്തിലെ വലിയൊരു സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ, ഘടനാപരമായ രൂപാന്തരീകരണം സംഭവിക്കുന്നൊരു കാലഘട്ടമാണല്ലോ 21-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. മനുഷ്യനില്ലാതെ ഒരു പുഴയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, കാടില്ലാതെ ഒരു പുഴയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതൊക്കെ ശരിയല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ പാരിസ്ഥിതിക സാമൂഹിക ചരിത്രം അല്ലെങ്കിൽ സോഷ്യൽ എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു തീം അത് ശ്രദ്ധയാകർഷിക്കുന്നത്. വെറും എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി അല്ല ജസ്റ്റിൻ ഇത് പറയുന്നത്. പിന്നീട് ജസ്റ്റിൻ്റെ ബുക്കിനെ കുറിച്ച് പറയാൻ, അതിനെക്കുറിച്ച് കൂടുതൽ കുറേ എനിക്ക് ഒത്തിരി പറയാനുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് പറയാനല്ല, ഞാൻ അതിൽ നിന്നും മറ്റൊരു ചെറിയൊരു പ്രഭാഷണത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് ജസ്റ്റിൻ തന്നെ എന്നോട് പറഞ്ഞത്, അതുപോലെ മറ്റ് ടീച്ചേഴ്സും പറഞ്ഞത്. ഈ പുസ്തകത്തിൻ്റെ അകത്തെ ഏറ്റവും എന്നെ ആകർഷിച്ച ഒരു ഭാഗം എന്ന് പറഞ്ഞതിൻ്റെ തുടക്കം തന്നെയാണ്. അതിൻ്റെ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ, ഞാൻ എൻ്റെ വിദ്യാർത്ഥികളുമായിട്ടുള്ള സംസാരത്തിലൂടെ, എൻ്റെ ക്ലാസ്സുകളിലൂടെ, പിന്നീട് സിലബസ് നവീകരണത്തിലൂടെയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നതെന്നും അങ്ങനെയാണ് ഈ പുസ്തകത്തിലേക്ക് വന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സത്യത്തിൽ ഒരു കോളേജിലൊരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ക്ലാസ് കേൾക്കുന്ന വിദ്യാർത്ഥികളുമായിട്ടുള്ള സംഭാഷണത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഡയലോഗിലൂടെയാണ് സത്യത്തിൽ ഈ അധ്യാപകൻ്റെ നോളജ് സ്റ്റോക്ക് വിപുലപ്പെടുന്നത്. അതിൻ്റെ ഒരു ഒരു എൻവയോൺമെൻറ്റ് അക്കാഡമിക് എക്കോളജി അതാണല്ലോ, അതിൻ്റെ ഒരു അക്കാഡമിക് എക്കോളജിക്കൽ ആർക്കിടെക്ചർ അതാണല്ലോ. അങ്ങനെ ചിന്തയിലൂടെയും ബൗദ്ധികമായ രീതിയിലുള്ള മറ്റു വ്യവഹാരങ്ങളിലൂടെയും വികസിച്ച അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാനശാസ്ത്രത്തെ, പാരിസ്ഥിതിക ചരിത്ര ജ്ഞാനശാസ്ത്രത്തെയാണ് ഇതിനകത്ത് വിപുലപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാൻ പറ്റിയ കഥാപരമായ രീതിയിലല്ല ഈ പുസ്തകം പോകുന്നത്, സൈദ്ധാന്തികപരമായ രീതിയിൽ തന്നെ അതിനെ അവലോകനം ചെയ്തുകൊണ്ടാണ്. പാരിസ്ഥിതിക ചരിത്രത്തെ പ്രത്യേകിച്ചും അതിനകത്ത് മൂഡ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിയറട്ടിക്കൽ ആംഗുലാരിറ്റിയിൽ ഒരു സ്പ്രിംഗ് ബോർഡ് എന്ന് പറയുന്നത് കാൾ മാർക്സിൻ്റെ പാരിസ്ഥിതിക ദർശനമാണ്. കാൾ മാർക്സിൻ്റെ പാരിസ്ഥിതിക ദർശനമുണ്ട്. അതുപോലെ തന്നെ ഫെർണാണ്ട് ബ്രോദേൽ, ഞാനും ജസ്റ്റിനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചരിത്രകാരൻ, ഒരു 10-12 പേജുകളിൽ മിന്നിമറിയുന്നുണ്ട്. ആ മിന്നലാട്ടത്തിൽ തന്നെ ബ്രൊദേലിൻ്റെ ഒരു ശക്തി, ആ ഊർജ്ജം നമുക്ക് കിട്ടുന്നുമുണ്ട്. മെഡിറ്ററേനിയൻ എന്ന് പറയുന്ന 3 വാല്യത്തിലുള്ള ബുക്കുകൾ എഴുതിയതിന് ശേഷം
അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിസം ആൻഡ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു 3 വാല്യത്തിലേക്ക് അദ്ദേഹം പോകുന്ന സമയത്ത് സ്ട്രക്ചേഴ്സ് ഓഫ് എവരിഡേ ലൈഫ് എന്ന് പറഞ്ഞൊരു പാർട്ട്, ഒരു ക്യാപിറ്റലിസം ആൻഡ് സിവിലൈസേഷനിലെ ഒരു വോളിയം സ്ട്രക്ചേഴ്സ് ഓഫ് എവരിഡേ ലൈഫാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചില ഘടനകളെ അദ്ദേഹം എക്സ്കവേറ്റ് ചെയ്യുകയാണ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബ്രദറിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊരു ചായ കുടിക്കുന്ന സമയത്ത്, ഒരു കാപ്പി കുടിക്കുന്ന സമയത്ത് അതിന് പിന്നാമ്പുറത്ത് വലിയൊരു ചരിത്രമുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ UC കോളേജിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് പിള്ളേരുമായിട്ട് UC കോളേജിലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്യാൻറ്റീനിൽ പോവുകയും അവിടെ പോയി ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, ഈ ചായ കൊണ്ടുവരുന്ന ആ ഗ്ലാസ്, ആ ചായ ഗ്ലാസ്സിന് പിന്നാമ്പുറത്ത് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. ഇല്ലാതെ അവിടെ ചായ ഇല്ലല്ലോ. 1890 മുതൽ എങ്ങനെയാണ് ചായ നമ്മുടെ ഡയറ്ററി ബെവറേജ് കൾച്ചറിനെ ട്രാൻസ്ഫോം ചെയ്തതെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളുടെ പാനീയ സംസ്കാരത്തെ ചായ 100% അതിനെ മാറ്റിമറിക്കുകയായിരുന്നു, സ്ട്രക്ചറലി മാറ്റിമറിക്കുകയായിരുന്നു. അതുകൊണ്ടല്ലേ ഇന്ന് നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാന ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പറയാറില്ലേ ഇനിയൊരു ചായ കുടിക്കാം എന്ന് പറയാറില്ലേ, നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് പറയാറുണ്ട്. പക്ഷേ പോയിട്ട് കുടിക്കുന്ന കാപ്പിയോ അല്ലെങ്കിൽ ഷാർജ ഷേക്കുമായിരിക്കും. പക്ഷേ പറച്ചിലിൽ ചായ തന്നെയാണ് വരുന്നത്. ആ പറച്ചിലിൽ പോലും ആ സാംസ്കാരിക പാരിസ്ഥിതിക അധിനിവേശത്തിൻ്റെ, ആ സാംസ്കാരിക പൈതൃകത്തിൻ്റെ, ആ മോഡേണിറ്റിയുടെ, പ്ലാന്റേഷൻ ഡ്രൈവിൻ്റെ, പ്ലാന്റേഷൻ കൾച്ചറിൻ്റെ, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ തോട്ട വ്യവസായത്തിൻ്റെ സംസ്കാരം അതിനകത്ത് അടങ്ങിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക സാമൂഹികതയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് രാഷ്ട്രീയവുമായിട്ടും അത് ലിംഗവുമായിട്ടും അതുപോലെ തന്നെ അത് സാമ്പത്തികമായിട്ടും സമുദായവുമായിട്ടും അതുപോലെ തന്നെ മതപരമായും അത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരെന്നാണ്. അവിടെയാണ് നമ്മളുടെ ഈ സോഷ്യൽ എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പാരിസ്ഥിതിക സാമൂഹിക ചരിത്രം പ്രസക്തമായി തീരുന്നത്. ഇതിൻ്റെ 2ാം ഭാഗത്തിൽ അദ്ദേഹം കൃത്യമായ രീതിയിൽ അതിൻ്റെ എല്ലാ തിയറട്ടിക്കൽ ആംഗുലാരിറ്റീസും വെച്ചുകൊണ്ട് തന്നെ ജസ്റ്റിന് കൃത്യമായ രീതിയിൽ അതിനെ നന്നായിട്ട് എഴുതി, ആ ഒഴുക്കിൽ എഴുതി. അദ്ദേഹത്തിൻ്റെ ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഇംഗ്ലീഷിലുള്ള ടോക്കുകൾ കേൾക്കുന്ന പോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ അദ്ദേഹം ടോക്കിനിടയ്ക്ക് തന്നെ ചില സമയത്ത് ഫുട് നോട്ട് ഇട്ട് പോകാറുണ്ടെന്ന് ചിലരെ കുറിച്ച് പറയാനുണ്ട്. നമ്മുടെ ഫുട് നോട്ടുകൾ പോലും നമുക്ക് മനസ്സിലാകും ഇയാൾ ഏതിൽ നിന്ന് സംസാരിക്കുന്നു, ഏത് പേജിൽ നിന്ന് സംസാരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചരിത്രരചന ആണ് ജസ്റ്റിൻ ഈ ഗ്രന്ഥത്തിലൂടെ നടത്തിയിരിക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ എത്തേണ്ടതാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം. അത് ഒരു പുതിയൊരു അധ്യായത്തിന്, പുതിയ ഒരു പാഠബോധത്തിന്, ഒരു സാമൂഹിക ബോധത്തിന്, ഒരു മാറിയ ഒരു സാമൂഹിക ബോധത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജസ്റ്റ് പുസ്തകത്തെക്കുറിച്ച് ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുസ്തകം വായിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ പാരിസ്ഥിതിക ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ചെറിയ 2-3 സൂചനകൾ നൽകിയിട്ട് ഞാൻ നിർത്താം. പാരിസ്ഥിതിക ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം നല്ലപോലെ മഴ പെയ്യുന്നു. മഴ വരുമ്പോൾ തീർച്ചയായിട്ടും മഴ വന്നാൽ കൂടാ എന്നാണല്ലോ പരസ്യമല്ലേ. പക്ഷെ മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന, ഇപ്പം കേരളീയരുടെ മനസ്സിലെത്തുന്ന പ്രളയമാണ്, കൂടെയല്ല. ഏത് സമയത്താണ് ഒരു പ്രളയം ഉണ്ടാകുന്ന ഒരു ഭീതിയിലാണ് ആൾക്കാർ മൊത്തം. പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് നല്ലപോലെ മഴ പെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ പ്രളയം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളതാണ്. പക്ഷെ പ്രളയം വരുന്ന വഴിയും മഴ വരുന്ന വഴിയും മനുഷ്യന് പിടികിട്ടാത്ത വഴിയൊന്നുമില്ല. മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച ചില സങ്കീർണമായ സാമ്പത്തിക സാമൂഹിക മാറ്റങ്ങളിലൂടെ തന്നെയാണ് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മഴ എന്ന് പറയുന്നതിനെ പോലും മനുഷ്യനെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുമല്ലോ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാറ്റങ്ങളെക്കുറിച്ചിട്ട് മനുഷ്യൻ ജീവിക്കുന്ന ഭൂമിയിൽ പാരിസ്ഥിതികപരമായ രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ട്, ചേഞ്ചസിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു മേഖലയാണ് പരിസ്ഥിതി ചരിത്രം. അതുപോലെ തന്നെ ഈ മാറ്റങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ഏത് രീതിയിൽ ഈ മാറ്റങ്ങൾ നമ്മൾ കാണുന്നു എന്നുള്ള ആശയങ്ങളെക്കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു മേഖലയാണ് പരിസ്ഥിതി ചരിത്രം. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ പർവ്വതങ്ങളെയും നദികളെയും പശ്ചാത്തലങ്ങളായി കണ്ടിരുന്നുവെങ്കിൽ, സിനിമയെ നമ്മൾ പറയുകയാണെങ്കിൽ എക്സ്ട്രാസ് എന്ന് പറയും, എക്സ്ട്രാസായി കരുതിയിരുന്നുവെങ്കിൽ ഇന്ന് അവർ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് നമ്മൾ കാണുകയാണ്. ഒരു പർവ്വതത്തിനെ, ഒരു പുഴയെ, മഴയെ നമ്മൾ മെയിൻ ക്യാരക്ടറായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന, വളരെ വിപ്ലവകരമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യശാസ്ത്ര ചരിത്ര പഠന മേഖലയാണ് പരിസ്ഥിതി ചരിത്രം എന്ന് പറയുന്നത്. പക്ഷേ ഈ പരിസ്ഥിതി ചരിത്രത്തിനകത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഞാൻ വളരെക്കാലം ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന ഒരു പാരിസ്ഥിതിക ചരിത്ര ഗ്രന്ഥം എന്ന് പറയുന്നത് ദിസ് ഫിഷർഡ് ലാൻഡ് ആൻഡ് എക്കോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്കാണ്. അത് എഴുതിയത് വളരെ രസകരമാണ്. രാമചന്ദ്ര ഗുഹയും മാധവ് ഗാഡ്ഗിലും. രാമചന്ദ്ര ഗുഹ ഒരു ഹിസ്റ്റോറിക്കൽ സോഷ്യോളജിസ്റ്റാണ്. ഹിസ്റ്റോറിക്കൽ സോഷ്യോളജിക്കൽ മെത്തേഡ് വെച്ചിട്ടാണ് അദ്ദേഹം ആ പുസ്തകം എഴുതിയത്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തുടക്ക പുസ്തകം അൺക്വൈറ്റ് വുഡ്സ് എന്ന് പറഞ്ഞ ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ബുക്കായിരുന്നു, ഗ്രന്ഥമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കൂടെ എഴുതിയിരിക്കുന്ന ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്
പാരിസ്ഥിതിക ഗണിതശാസ്ത്രത്തിൽ എക്കോളജിക്കൽ മാത്തമാറ്റിക്സിൽ ഭൂമിയെ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തെ ഇങ്ങനെ തുണ്ടുതുണ്ടായി കണ്ട് കൃത്യമായ രീതിയിൽ അതിൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള മാധവ് ഗാഡ്ഗിൽ, ഇവർ രണ്ടുപേരും ചേർന്ന് എഴുതിയ ഒരു ഗ്രന്ഥമാണ് ദിസ് ഫിഷർ ലാൻഡ് ആൻഡ് എക്കോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം. ദിസ് ഫിഷർ ലാൻഡ് ആൻഡ് എക്കോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1992 അല്ലെ 1993 ഈ പുസ്തകം പുറത്തിറങ്ങിയത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നത്. പാരിസ്ഥിതിക ചരിത്ര മേഖലയ്ക്ക് ഇത്രമാത്രം നിർണായകമായ രീതിയിലുള്ളൊരു നോട്ടം സാധ്യമാക്കിയൊരു ഗ്രന്ഥമാണ് ദിസ് ഫിഷർ ലാൻഡ് എന്ന് പറയുന്ന പുസ്തകം. ഇന്ത്യയുടെ പാരിസ്ഥിതിക ചരിത്രം പഠിക്കാനും ലോകത്തിൻ്റെ ഏത് ഭാഗത്തെ പാരിസ്ഥിതിക ചരിത്രം പഠിക്കുവാനും അവരുടെ ഒരു പ്രത്യേക സൈദ്ധാന്തിക ചട്ടക്കൂട് അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത് തിയറട്ടിക്കൽ ഒരു ഫ്രെയിംവർക്ക് അവർ അതിന് കൊടുക്കുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് മോഡ് ഓഫ് റിസോഴ്സ് യൂസ് എന്ന് പറയും. 4 മോഡുകളിലൂടെയാണ് മാനവ ചരിത്രം മുന്നോട്ട് പോയതെന്നാണ് പറയുന്നത്. നമ്മളത് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ഇന്നിപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഈ നിങ്ങളുടെ സോഷ്യോളജിസ്റ്റുകളുടെ ഭാഷയെ പറയുകയാണെങ്കിൽ ലിക്വിഡ് മോഡേൺ ടൈംസിൽ നിന്നുകൊണ്ട് അല്ലേ സിഗ്മണ്ട് ബൗമാൻ്റെ ലിക്വിഡ് മോഡേൺ ടൈംസിൽ നിന്നുകൊണ്ട് ദ്രാവക രൂപത്തിലുള്ള ആധുനികത നിങ്ങൾ പുറകിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ പറയുകയോ ഇന്നാണ് ഏറ്റവും വലിയ പ്രശ്നം, ഇന്നത്തെ മനുഷ്യരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ, ഇവരാണ് ഈ പ്രശ്നത്തിന് മൊത്തം കാരണം, ഈ ആധുനികവൽക്കരണമാണ് വ്യവസായവൽക്കരണമാണ് ഈ പ്രശ്നത്തിന് മൊത്തം കാരണം. പണ്ടുള്ള ആൾക്കാരൊക്കെ ജനങ്ങളൊക്കെ മനുഷ്യരൊക്കെ വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി വളരെ ഹാർമോണിയസ് ആയിട്ട് പ്രകൃതിയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിച്ച ആൾക്കാരാണ് എന്നുള്ളൊരു ഒരു വാദം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ വാദം മറ്റൊരർത്ഥത്തിൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഈ ദിസ് ഫിഷർ ലാൻഡ് ആൻഡ് എക്കോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും വെക്കുന്നുണ്ട്. നമ്മൾ എത്രമാത്രം ഒരു പുസ്തകം വായിച്ചാലും ചിലപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കാലഘട്ടം കഴിഞ്ഞിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു വഴികാട്ടിയ ഒരു പുസ്തകമാണ് ദിസ് ഫിഷർ ലാൻഡ് ആൻഡ് എക്കോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം. അതുപോലെ പാരിസ്ഥിതിക ചരിത്ര ഗവേഷണ രംഗത്തും അധ്യാപന രംഗത്തും ഉള്ള ആൾക്കാർക്ക് മൊത്തം വഴികാട്ടിയ ഒരു ഗ്രന്ഥം. പക്ഷേ അതിനകത്തൊരു പ്രശ്നം, ഒരു സോഷ്യോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, മുകുൾ ശർമ്മ എന്ന് പറയും. മുകുൾ ശർമ്മ എന്ന് പറയുന്നൊരു സോഷ്യോളജിസ്റ്റ് ഈ ഗ്രന്ഥത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം മുന്നോട്ട് വെക്കുന്നത് പിന്നീടാണ് ഞാൻ വായിക്കുന്നത്. ഇത് വളരെ നേരത്തെ മുകുൾ ശർമ്മ പറഞ്ഞെങ്കിലും നമ്മളുടെ ഒരു ഡൊമൈൻ സെൻട്രിക് റീഡിങ്ങിൻ്റെ ഒരു പ്രശ്നം കാരണം അതിലേക്ക് പോകാതിരിക്കുകയും പിന്നീട് അതിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അതിൽ ചില പ്രശ്നങ്ങൾ മനസ്സിലാകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പാരിസ്ഥിതിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിലെയും പാരിസ്ഥിതിക ബോധ്യങ്ങളിലെയും ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കാസ്റ്റാണ്, ജാതിയാണ്. ഈ ജാതിയെ എങ്ങനെയാണ് വളരെ സറ്റിലായിട്ട് ഈ ഫിഷർ ലാൻഡിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളത് നോക്കുകയാണ് എങ്കിൽ ഒരു 1-2-1.5 വർഷമായിക്കാണ് എനിക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം തെളിഞ്ഞു തുടങ്ങിയിട്ട്. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വായനകൾ കൂടി നടത്തിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് പറയുന്നത്. ഇവിടെ ലോകപ്രശസ്ത ചരിത്രകാരനായ അതുപോലെ ലോക പ്രശസ്ത പാരിസ്ഥിതിക ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലും രാമേന്ദ്ര ഗുഹയും എന്തോ തെറ്റു പറഞ്ഞു എന്നല്ല പറയുന്നത്. അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന വ്യാഖ്യാനത്തിൽ അവരുടെ ആംഗുലാരിറ്റിയിൽ ഉള്ള ഒരു നല്ല വാദത്തെ ഏത് രീതിയിൽ ചിലർക്ക് അതിനെ ദുരുപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. വിനീതയൊക്കെ വായിച്ചു കാണും, ഡോക്ടർ ജസ്റ്റിൻ ഉറപ്പായിട്ടും വായിച്ചിട്ടുണ്ട്. ആ ബുക്ക് ഇതിനകത്ത് ഫുട്നോട്ടിൽ വരുന്ന ബുക്കുമാണല്ലോ. ഇന്ത്യക്ക് ഒരു ഐഡിയലൈസ്ഡ് പാസ്റ്റ് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു ഐഡിയലൈസ്ഡ് മാതൃകാപരമായ രീതിയിലുള്ള ഒരു എക്കോളജിക്കൽ പാസ്റ്റ് ഉണ്ട് ഉള്ളൊരു വാദം ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. ഇന്ത്യക്ക് ഒരു ഐഡിയലൈസ്ഡ് പാസ്റ്റ് ഉണ്ട്. വളരെ മാതൃകാപരമായി ഇന്ത്യക്കാരായി നിൽക്കുന്ന നമ്മൾ സംസ്കാരത്തിലൊക്കെ വളരെ ഉന്നതിയുള്ള ഒരു ജനതയായിട്ട് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലൊക്കെ ഒത്തിരി ഉന്നതി പ്രാപിച്ച ഒരു ജനതയായിട്ടുള്ള ഒരു പാസ്റ്റ് നമുക്കുണ്ട്, ഒരു റൊമാൻറ്റിസൈസ്ഡ് പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റിനകത്തുനിന്ന് ഈ ജാതിയെ ഇങ്ങോട്ട് പൊക്കിയെടുത്തു കഴിഞ്ഞാൽ വേറെ ചില രൂപങ്ങളും ഭാവങ്ങളും ചരിത്രരചന ആഖ്യാന രീതികളിൽ വന്ന് ഭവിക്കും എന്നുള്ളതാണ്. ഞാൻ കുറച്ച് താമസിച്ചായിരുന്നു മനസ്സിലാക്കിയെങ്കിലും മുകുൾ ശർമ്മയൊക്കെ അത് വളരെ നേരത്തെ മനസ്സിലാക്കി. മുകുൾ ശർമ്മ ഒരു സോഷ്യോളജിസ്റ്റാണ്, അദ്ദേഹം ഒരു എത്നോഗ്രാഫറാണ്, ഫീൽഡ് വർക്കിലൂടെയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഈ ഫിഷർ ലാൻഡ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് മോഡ് ഓഫ് റിസോഴ്സ് യൂസിനകത്ത് പറയുന്ന ഒരു വാദമുണ്ട്. അതായത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ, ഇന്ത്യയിലെ പരിസ്ഥിതി സംവിധാനത്തെ നല്ല ഭദ്രമായ രീതിയിൽ നിർത്തുവാനായിട്ട് അതിന് സാധിച്ചു. അതിനവർ സുന്ദരമായൊരു ആർഗ്യുമെൻറ്റും കൊടുക്കുന്നുണ്ട്. അതിന് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കൺസർവേഷൻ ഫ്രം ബിലോ, സ്റ്റേറ്റ് അല്ലെങ്കിൽ എംപയർ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ കൺസർവേഷൻ ഫ്രം എബോവ് ആകുമ്പോൾ ഇത് താഴേക്കഴിയിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ചും വില്ലേജുകളിൽ ഗ്രാമങ്ങളിൽ
ഈ പരിസ്ഥിതിയെ വളരെ സുന്ദരമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു പരിസ്ഥിതിയെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് പറയുന്നത്. ഇതാരുടെ ഹാർമണി എന്നൊരു ചോദ്യം ചോദിക്കുന്നതിലാണ് ഈ സോഷ്യൽ എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററിയുടെ കാമ്പ് തെളിയുന്നത്. ഇതാരുടെ ഹാർമണി ആയിരുന്നു? ഇതെല്ലാവരുടെ ഹാർമണി ആയിരുന്നോ? എല്ലാവരുടെ ഹാർമണി അല്ല. പിന്നെ ആരുടെ ഹാർമണി ആയിരുന്നു? ഈ ഹാർമണി ആര് സൃഷ്ടിച്ചു? ഈ ഹാർമണി എന്ന് പറയുന്ന അതിനെന്താണ് മലയാളത്തിൽ ഹാർമണി എന്ന വാക്കിൻ്റെ മലയാളം അർത്ഥം പെട്ടെന്ന് കിട്ടുന്നില്ല. ഈ ഹാർമണി എന്ന പറയുന്ന വാക്കിൻ്റെ അപ്പുറത്ത് മറ്റ് ചില അജണ്ടകൾ, സോഷ്യലി ടോക്സിക് ആയിട്ടുള്ള അജണ്ടകൾ ഉണ്ടായിരുന്നു. ആ അജണ്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു ജാതി വ്യവസ്ഥയെ കൃത്യമായ രീതിയിൽ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ജാതി വ്യവസ്ഥയെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഈ പാസ്റ്റിനെ, ഇത് രാമേന്ദ്ര ഗുഹയുടെയും മാധവ് ഗഡ്ഗലിൻ്റെയും ആർഗ്യുമെൻ്റ് അല്ല, ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മറ്റൊരു ഭാഷ്യത്തെക്കുറിച്ച്, ഒരു വേർഷനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ജാതി വ്യവസ്ഥ, ഈ ഡിവിഷൻ ഓഫ് ലേബർ അല്ലേ, നമ്മൾ തൊഴിൽ വിഭജനം എന്ന് പറയുന്നത് അല്ലേ, അത് ഈ പുരുഷ സൂക്ത സിദ്ധാന്തത്തിൽ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ബ്രഹ്മാവിൻ്റെ വായിൽ നിന്നും ബ്രാഹ്മണനും, കൈകളിൽ നിന്ന് ക്ഷത്രിയനും, തൈസിൽ നിന്ന് വൈശ്യനും, അതുപോലെ കാലിൻ്റെ പാദത്തിൽ നിന്ന് ശൂദ്രനും വന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പം ഇവരിങ്ങനെ ഈ നാല് കൂട്ടരും ചെയ്യേണ്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ഗ്രാമമുണ്ട് എന്നൊരു വാദം അതിനടിയിൽ ഇങ്ങനെ കിടപ്പുണ്ട്, അണ്ടർലൈങ് ആയിട്ട് കിടപ്പുണ്ട്. അവിടെയാണ് കാസ്റ്റ് ഫാക്ടറിനെ കുറിച്ചിട്ട് മുകുൾ ശർമ്മ പറയുന്നത്. ഇതെൻ്റെ അഭിപ്രായമല്ലോ, മുകുൾ ശർമ്മയുടെ അഭിപ്രായമാണ്, സോഷ്യോളജിസ്റ്റിൻ്റെ. അതുകൊണ്ട് ആ കാസ്റ്റിനെ സോളിഡിഫൈ ചെയ്യുകയാണെങ്കിൽ, അതിനെ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ, ശാക്തീകരിക്കുകയാണെങ്കിൽ, രാഷ്ട്രീയപരമായ രീതിയിലുള്ള ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഈ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിലൂടെയും പാരിസ്ഥിതിക ഭാവനയിലൂടെയും പാരിസ്ഥിതിക ബോധശാസ്ത്രത്തിലൂടെയും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എന്ന ഒരു എൻവയോൺമെൻ്റലിസത്തിനെ ഇന്ത്യയിലെ ദളിതർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് മുകുൾ ശർമ്മ പറയുന്നത് ഇന്ത്യയിലെ ഈ എലീറ്റായിട്ടുള്ള ഈ എൻവയോൺമെൻ്റലിസത്തിനോട് ഞങ്ങൾക്ക് ഭയമാണ് എന്നാണ് ആര് പറയുന്നത്? ഈ ദളിതർ പറയുന്നത്. ഞങ്ങൾക്ക് അതിന് ഭയമാണ്. അത് 2-3 എക്സാമ്പിൾസ് അദ്ദേഹം വെക്കുന്നുണ്ട്. ഞാൻ ഈ എക്സാമ്പിൾസിലൊന്നും കൂടുതൽ പോകാനുള്ള സമയമില്ല, എങ്കിലും ജസ്റ്റ് ഞാൻ പറയുകയാണ്. ആ കാസ്റ്റ് ഫാക്ടറിനെ കൃത്യമായി വെച്ച് ആ കാസ്റ്റ് ഫാക്ടറിലൂടെ, ആ തൊഴിൽ വിഭജനത്തിലൂടെ നിങ്ങൾ സാധിച്ചെടുക്കേണ്ടത് എന്താണ്? ഈ ഗ്രാമത്തിൻ്റെ വളരെ ശക്തമായ രീതിയിലുള്ള, വളരെ ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സുവർണ കാലഘട്ടത്തിലേക്ക് ഇന്ത്യക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്നുള്ളൊരു വാദം ഇപ്പം ബലപ്പെട്ടിരിക്കുകയാണ്. രാമേന്ദ്ര ഗുഹയും മാധവ് ഗാഡ്ഗിലും അതോർത്തൊന്നും ആയിരിക്കില്ല അങ്ങനെ എഴുതി, പക്ഷെ അവരങ്ങനെ എഴുതിപ്പോയി. പക്ഷെ അതിനെ എടുത്ത് നന്നായിട്ട് ഇപ്പം നല്ല രീതിയിൽ അതിനെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മുകുൾ ശർമ്മ. പക്ഷേ അതിനെ ക്രിട്ടിക്കായിട്ട് തന്നെയാണ് മുകുൾ ശർമ്മ പറയുന്നത്. റാലെഗാവോൺ സിദ്ധി പ്രോജക്റ്റിനെ കുറിച്ചിട്ട്, അണ്ണാ ഹസാരയുടെ റാലെഗാവോൺ സിദ്ധി പ്രോജക്റ്റിനെ കുറിച്ചിട്ടാണ് ഒരു എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത്. റാലെഗാവോൺ സിദ്ധി പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയിൽ അഹമ്മദ് നഗർ ജില്ലയിലുള്ള ഒരു വില്ലേജുകളുടെ കൂട്ടമാണ്. 1975 മുതൽ തന്നെ അണ്ണാ ഹസാരയുടെ പ്രവർത്തിക്കുകയും വാട്ടർഷെഡ് മാനേജ്മെൻറ്റും ചെക്ക് ഡാമുകളും ബാക്കിയുള്ള അങ്ങനെ സുസ്ഥിര വികസനം എന്ന രീതിയിൽ ധാരാളം പ്രൊജക്റ്റുകൾ അങ്ങോട്ട് കൊണ്ടുവരികയും അവിടെ നല്ല വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും അവിടെ ജലക്ഷാമം തീരുകയും അവിടെ ആൾക്കാർക്ക് സ്വൈര്യമായി ജീവിക്കാൻ സാധിച്ചു, സുസ്ഥിര വികസനം ഉണ്ടായി എന്നൊക്കെ വാദമാണ് വെക്കുന്നത്. പക്ഷേ മുകുൾ ശർമ്മ അവിടെയാണ് ഒരു സോഷ്യോളജിസ്റ്റിൻ്റെ ഒരു ശക്തി എവിടെ കാണുന്നത്. ഈ സാമൂഹ്യ ശാസ്ത്രത്തെ മുകുൾ ശർമ്മ അവിടെ ചെല്ലുകയും അണ്ണാ ഹസാരയെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അണ്ണാ ഹസാര ഞങ്ങൾ ഇന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെയാണ് വരുത്തിയിരിക്കുന്നത്. അവിടെ പോയി ദളിതരെ കണ്ടപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയായിരുന്നു, ശരിയാണ്, ഞങ്ങൾ ജലാശയങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു, തീർച്ചയായിട്ടും ജലാശയങ്ങളെ പുനരുജ്ജീവിപ്പിച്ചു, പക്ഷേ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ജലം കിട്ടുന്നില്ല. അപ്പോൾ മുകുൾ ശർമ്മ തിരിച്ച് അണ്ണാ ഹസാരയുടെ എത്തിയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പ്രശ്നങ്ങളും അവർ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിയുടെ ഐഡിയലൈസ്ഡ് വില്ലേജിനെ വെച്ചിട്ടാണ് അണ്ണാ ഹസാരെ പറയുന്നത് അല്ലേ, വില്ലേജിൽ ആരൊക്കെ വേണം എന്നുള്ളത് അല്ലേ. ഒരു കുശവൻ വേണം, ഒരു ചെരുപ്പൂത്തി വേണം, മറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാർ വേണം, മാനുവൽ സ്കാവഞ്ചേഴ്സ് വേണം. അപ്പം പിന്നീടുള്ള മുന്നോട്ടുള്ള ആംഗുലാരിറ്റിയിൽ മുകുൾ ശർമ്മ പിന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ മാനുവൽ സ്കാവഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇന്ത്യയിലുടനീളം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ മാനുവൽ സ്കാവഞ്ചേഴ്സ് അല്ലേ. ഈ
വിസർജ്യങ്ങൾ കോരുന്ന അല്ലേ. ഈ അടുത്ത ഒരു 2 വർഷം മുമ്പ് വരെ 8ാം ക്ലാസ്സിൽ ഒരു പൊളിറ്റിക്കൽ സയൻസിൻ്റെ ബുക്കിനകത്ത് ഒരു സ്ത്രീയുണ്ട്, ബീഹാറിലോ യു പിയിലോ ആണ് ആ സ്ത്രീ, ഏത് സ്ഥലമാണെന്ന് ഞാൻ മറന്നുപോയി. ഈ സ്ത്രീയെ വിളിക്കുന്ന പേര് മുനിസിപ്പാലിറ്റി എന്നാണ്. കാര്യം എന്താ വെച്ചാൽ അവർ ഈ വിസർജ്യം കോരിക്കൊണ്ട് തലയെ വെച്ചുകൊണ്ട് പോവുകയാണ്. അവരുടെ ദേഹത്ത് മൊത്തം ഇതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് വൈകുന്നേരം അവർക്കൊരു പ്രത്യേക മണമാണ്. ഗന്ധത്തിൽ പോലും ഉണ്ട് ഈ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്, ഈ പാർശ്വവൽക്കരണം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അവരെയൊക്കെ തീർച്ചയായിട്ടും ഈ ജാതി വ്യവസ്ഥയ്ക്കുള്ളിൽ വേണം. അവരാ തൊഴിൽ ചെയ്യണം. ആ തൊഴിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സുന്ദരമായ ശോഭനമായ ഗ്രാമങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഐഡിയലിസ്റ്റ് വില്ലേജസ്, മാതൃകാപരമായ വില്ലേജുകളെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ജാതി വ്യവസ്ഥ നിലനിർത്തിയേ പറ്റൂ എന്നൊരു വാദമാണ് അതിൻ്റെ അടിത്തട്ടിൽ കൂടി മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇവിടെയാണ് പാരിസ്ഥിതിക ചരിത്രത്തിൻ്റെ മറ്റൊരു മുഖത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെയാണ് പാരിസ്ഥിതിക ചരിത്രം കാലവർഷത്തിൻ്റെയും അല്ലെങ്കിൽ കാറ്റിൻ്റെ ഗതിയുടെയും അല്ലെങ്കിൽ വനനശീകരണത്തിൻ്റെയും ആ പാത വിട്ടിട്ട് മനുഷ്യൻ്റെ ചരിത്രമായി മാറുന്നത്, മനുഷ്യൻ്റെ സാമൂഹിക ചരിത്രം ആയിട്ട് മാറുന്നത്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ചരിത്രമായി. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ വാക്കിന്ന് ഏറ്റവും കൂടുതൽ അബ്യൂസ് ചെയ്യുന്നൊരു വാക്കാണെന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ആര്? പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ദാരിദ്ര്യം എന്നും ദാരിദ്ര്യം ഉള്ള ജനങ്ങൾ എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കാണേണ്ടത്. ആ ഒരു ടേമിനകത്ത് പല ടേമുകളിലും പ്രശ്നമുണ്ടല്ലോ. ഇപ്പം നമ്മളിന്ന് പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു ടേമിനകത്തും പ്രശ്നമുണ്ടല്ലേ. 1972 മുതൽ വന്നൊരു ടേമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അതിനകത്ത് എക്കോളജി എവിടെയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിനകത്ത് എക്കോളജി കാണുന്നില്ല. പക്ഷേ എക്കോളജിക്കലായിട്ട് ആശയങ്ങൾ ഉണ്ടെങ്കിലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണെന്നാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ബ്രണ്ണൻ കമ്മീഷൻ എഴുതി വെച്ചിരിക്കുന്നത്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പോലും ഈ സുസ്ഥിര വികസനം പോലും പൗരാണിക ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് വാദിക്കുന്ന ആൾക്കാരാണ് ഈ കൂട്ടത്തിലുള്ള ആൾക്കാർ. അന്നുണ്ടായിരുന്ന സുസ്ഥിര വികസനമാണ് എന്നാണ് പറയുന്നത്. ഈ സുസ്ഥിര വികസനം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജാതി വേണം. ഈ സുസ്ഥിര വികസനം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ തോട്ടിപ്പണി ചെയ്യുന്ന ആൾക്കാർ വീണ്ടും ഉണ്ടായിരിക്കണം. അവർ തോട്ടിപ്പണി തന്നെ ചെയ്യണം. മണ്ണിൽ പണിയുന്നവരാ മണ്ണിൽ പണി തന്നെ ചെയ്യണം. അടിമയായി തന്നെ കഴിയണം എന്ന ഹൈലി ഡെറോഗേറ്ററി ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് ഇതിന് പറയുന്നത്, ആൻറ്റി സോഷ്യലായിട്ടുള്ള ഒരു ചിന്ത. ആ ചിന്തയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുകൂടി പാരിസ്ഥിതിക ചരിത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ കൺസർവേഷൻ ഫ്രം ബിലോ എന്ന് പറയുന്ന വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആ ജ്ഞാനബോധത്തിൻ്റെ ആ പെർസ്പെക്റ്റീവിൻ്റെ, ഫ്രം ടെക്സ്റ്റ് ടു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞതുപോലെ ആ പെർസ്പെക്റ്റീവിലെ ഡേഞ്ചറിനെ, ഭീകരതയെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇതുപോലെ മറ്റൊരു പുസ്തകമുണ്ട്, നിങ്ങളൊക്കെ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണത്. ആ പുസ്തകം എഴുതിയ ആളുടെ പേര് അജന്ത സുബ്രഹ്മണ്യൻ. അജന്ത സുബ്രഹ്മണ്യം എഴുതിയ പുസ്തകം, അതും സോഷ്യോളജിസ്റ്റാണ്, ഫീൽഡ് വർക്ക് എത്തനോഗ്രാഫറാണ്. അജന്ത സുബ്രഹ്മണ്യത്തിൻ്റെ വർക്കിൻ്റെ പേര് ഷോർ ലൈൻ സ്പേസ് ആൻഡ് റൈറ്റ്സ് ഇൻ സദേൺ ഇന്ത്യ എന്നാണ്. ഷോർ ലൈൻ സ്പേസ് ആൻഡ് റൈറ്റ്സ് ഇൻ സദേൺ ഇന്ത്യ. അതിൽ അജന്ത സുബ്രഹ്മണ്യം ഒരു കാറ്റഗറിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അവരുപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അവർ പറയുന്നത് ഫിഷർ ഫോക്ക്, ഫിഷർ മെൻ, ഫിഷർ വിമൻ എന്നൊന്നും വേണ്ട. എത്ര സുന്ദരമായിട്ടാണ് ചില ആശയങ്ങളെ മുന്നോട്ട് ഫിഷർ എന്നാണ് വിളിക്കുന്നത്. ഫിഷർ, മുക്കുവരെ ഫിഷർ എന്നാണ് വിളിക്കുന്നത്. മുക്കുവർ കന്യാകുമാരിയിലുള്ള മുക്കുവന്മാരുടെ ജീവിതത്തെക്കുറിച്ചിട്ട് പഠിക്കുകയാണ്. കന്യാകുമാരിയിലുള്ള മുക്കുവന്മാരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്താണ് അജന്ത സുബ്രഹ്മണ്യത്തിൻ്റെ ഒരു കാര്യം മനസ്സിലായത്. മുക്കുവന്മാരുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് ഒന്നുകിൽ സഭ അല്ലെങ്കിൽ ഗവൺമെൻറ്. അതിൽ സഭയ്ക്ക് എന്തോ ഒരു അധികാരം കൊടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഈ ഫിഷേഴ്സ് എല്ലാം പോയി പറയുന്ന ആരുടെ അടുത്താണ്? അവിടുത്തെ വികാരി അച്ഛനടുത്ത് പോയി പറഞ്ഞു. പിന്നെ വികാരി അച്ഛനാണ് പ്രശ്നങ്ങൾ പിന്നീട് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ മുക്കുവൻ്റെ പ്രശ്നം സഭയുടെ പ്രശ്നമായി മാറി, ക്രൈസ്തവൻ്റെ പ്രശ്നമായി മാറി. ആ ക്രൈസ്തവൻ്റെ പ്രശ്നത്തിൽ നിന്നും 1990 മുതൽ മറ്റൊരു ചെറിയൊരു മാറ്റം കാണുന്നുണ്ട്. കാര്യം ട്രോളിംഗ് എന്ന് പറയുന്ന, ഇപ്പം നമ്മൾ ട്രോളിംഗ് നിരോധനമല്ലേ, ട്രോളിംഗ് നടത്തിയിരുന്ന മെക്കനൈസ്ഡ് ബോട്ടുകളുടെ ഉടമയായിട്ടുള്ള വളരെ റിച്ചായിട്ടുള്ള കാത്തലിക്സ് അവർ ചെറുതായിട്ടൊന്ന് മാറ്റിച്ചവിട്ടി. കാര്യം മുക്കുവന്മാർക്ക് വേണ്ടി സഭ നിൽക്കുന്നു എങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയം ആയിരിക്കണം എന്ന രീതിയിൽ അവർ മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് ചെറിയ ചായ്വ് കാണിക്കുകയും അവിടെ മതം പരിവർത്തനം വേണ്ട എന്ന ഒരു ആനുകൂല്യത്തിൽ ഒരു പ്രത്യേക സാംസ്കാരിക ദേശീയതയുടെ ഭാഗമായി അവർ മാറുകയും അവർ മലക്കം മറിയുകയും ചെയ്തു. അങ്ങനെ അവർ ഇന്ത്യയിലെ ഇന്ന് ഭരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരായിട്ട് അവർ മാറി. അപ്പം മുക്കുവ പ്രശ്നത്തിൽ നിന്നും മുക്കുവൻ്റെ യഥാർത്ഥ പ്രശ്നത്തിനെ മാറ്റുകയും മുക്കുവൻ്റെ ലൈവ്ലിഹുഡിൻ്റെ പ്രശ്നത്തെ മാറ്റുകയും ആ പ്രശ്നങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ആ പരിസ്ഥിതിയെ എന്ന് പറഞ്ഞാൽ ആ കോസ്റ്റ് ലൈൻ എൻവയോൺമെൻറ്റിനെ മറ്റെന്തോ ആക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു യുക്തി, ഒരു പൊളിറ്റിക്കൽ യുക്തി എന്നുള്ളതാണ്. ഫോറസ്റ്റ് പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന പോലെ ഓഷ്യാനിക് പൊളിറ്റിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കുവാനായിട്ട് സാധിക്കും.
ഫോറസ്റ്റിന് എല്ലാ കാലത്തും ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഫോറസ്റ്റിനെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഫോറസ്റ്റിന് നമുക്കൊരു പൊളിറ്റിക്സ് ഇല്ല. ഫോറസ്റ്റിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഫോറസ്റ്റിൽ ജീവിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഫോറസ്റ്റിൽ നിന്ന് പുറത്ത് ആക്കപ്പെട്ടവരായിരിക്കണം. എറിക് ഹോബ്സോൺ പറയുന്നത് പോലെ സോഷ്യൽ ബാൻഡിറ്റിനെ കുറിച്ച്, എങ്ങനെയാണ് ബാൻഡിറ്റുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ പ്രത്യേക രീതിയിലുള്ളൊരു ട്രൈബൽ ആക്ട് പാസ്സാക്കി ബ്രിട്ടീഷ് ഗവൺമെൻറ്, ക്രിമിനൽ ട്രൈബ്സ് ആക്ട് എന്ന് പറയും. കൊളോണിയൽ കാലഘട്ടത്തിൽ ക്രിമിനൽ ട്രൈബ്സ് ആക്ടിൽ ഈ കാടിനുള്ളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കാടിൻ്റെ അടുത്ത് ജീവിക്കുന്ന ഫ്രിഞ്ചസ് ജീവിക്കുന്ന ആൾക്കാർ, ചില ആൾക്കാർ ഈ കുറ്റവാസനയുള്ള ആൾക്കാരാണെന്നും അതുകൊണ്ട് അവരെ പ്രത്യേക രീതിയിൽ കാറ്റഗറൈസ് ചെയ്യണം എന്നുള്ളൊരു ആക്റ്റാണ് പാസ്, ക്രിമിനൽ ട്രൈബ്സ് ആക്ട്. എന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു ട്രൈബ്സ് ഇന്ത്യയിലുണ്ടോയെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ക്രിമിനൽ ട്രൈബ്സ് ആക്ട്, കുറ്റവാസനയുള്ള കുറ്റക്കാരായ ആദിവാസികൾ, കാട്ടുവാസികൾ, അല്ലെ വനജാതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ ആക്കിയത് ഇത്ര മാത്രമേ ഉള്ളൂ, ഫോറസ്റ്റിൽ നിന്ന് ഇവരെ പുറത്ത് കടത്തണം. യഥാർത്ഥ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടത്തി, ജനങ്ങളെ പുറത്ത് കടത്തി, ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലെ യഥാർത്ഥ സാമൂഹികതയെ കാണാതെ, പട്ടിണിയെ കാണാതെ, ദാരിദ്ര്യത്തെ കാണാതെ മറ്റെന്തിനോ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ ബലിയാടുകളായി മാറുന്ന ദളിതർ, മുകുൾ ശർമ്മയും അജന്ത സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ വേറെ കുറേ പൊളിറ്റിക്കൽ എക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇതാണ്. പൊളിറ്റിക്കൽ എക്കോളജി എന്ന് പറയുന്ന ആ ശാസ്ത്രത്തെ കൂടി, ആ സാമൂഹിക ശാസ്ത്രത്തെ കൂടി ചേർത്ത് വായിക്കുകയാണെങ്കിൽ മാത്രമേ പാരിസ്ഥിതിക ചരിത്രത്തിൻ്റെ ഒരു യഥാർത്ഥ മാനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞതിനെ ഒന്ന് സ്ട്രക്ചേർഡായിട്ട് പോയിന്റ് ബൈ പോയിൻ്റായിട്ട് പറയുകയാണെങ്കിൽ, പരിസ്ഥിതി എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു യുക്തിയാണ്. പരിസ്ഥിതി, എൻവയോൺമെൻറ്റ് ഇറ്റ്സ് എ ലോജിക് ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് പീരിയഡ്സ്. പല കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിസ്ഥിതി പലതായി മാറും. എനിക്ക് തോന്നുന്ന പാരിസ്ഥിതിക ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇന്ന് വരെ ഏറ്റവും കൂടുതൽ ഒരു പാരിസ്ഥിതിക ചരിത്രത്തിലേക്ക് ഉള്ള ഒരു റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള എൻ്റെ ഒരു ഐഡിയ വരുന്ന റോമില താപ്പറിൻ്റെ ഓൺ പെർസീവിങ് ദ ഫോറസ്റ്റ് എന്ന് പറയുന്ന ആ ലേഖനം വായിക്കുന്ന സമയത്താണ്. മഹേഷ് തങ്കരാജനും ശിവരാമകൃഷ്ണനും ചേർന്ന് എഡിറ്റ് ചെയ്ത എൻവയോൺമെൻ്റൽ ഹിസ്റ്ററി 2 വോളിയത്തിനകത്തെ ആദ്യത്തെ വോളിയത്തിനകത്ത് ഓൺ പെർസീവിങ് ദ ഫോറസ്റ്റ്, എങ്ങനെ നിങ്ങൾ കാടിനെ കാണുന്നത് പല രീതിയിലാണ്. പല കാലഘട്ടങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ കാടിനെ കാണുന്നത്. അപ്പോൾ ആ ഒരു ലോജിക്കിനകത്ത് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകും. പക്ഷേ അത് മനസ്സിലാക്കുന്നതിൻ്റെ അപ്പുറത്ത് വളരെ ബിയോണ്ട്, റോമില താപ്പർ ഉദ്ദേശിച്ച അതാണ്, ഈ അധികാര സ്വരൂപങ്ങൾ കാടിനെ കണ്ടിരുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ പരിസരം, അത് നമ്മൾ മനസ്സിലാക്കണം. മേജർ റോക്ക് നമ്പർ 13 കൃത്യമായി അശോകൻ എഴുതി വെച്ച ഒരു കാര്യം, അശോകൻ്റെ മേജർ റോക്ക് നമ്പർ 13 കലിംഗ വാറിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ വിവരണം കിട്ടുന്നത്. മേജർ റോക്ക് നമ്പർ 13. അതുപോലെ മറ്റു റോക്ക് എഡിറ്റുകൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അശോകൻ്റെ പാരിസ്ഥിതിക ചരിത്രത്തെക്കുറിച്ചിട്ട്, അശോകൻ്റെ ഈ സാമൂഹിക പാരിസ്ഥിതിക നിലപാടുകളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അശോകൻ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, അതായത് അങ്ങ് കാടുകളിൽ വനങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് തന്നെ, അദ്ദേഹം കറക്റ്റ് വാക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റഡ് ഇംഗ്ലീഷ് വാക്കാണ്, റീകാൾസിട്രൻ്റ് എന്നാണ് പറയുന്നത്. റീകാൾസിട്രൻ്റ് ട്രൈബൽസ്. റീകാൾസിട്രൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേയും അധികാരിയെ ചെറുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെന്നാണ് പറയുന്നത്. ആ അധികാരിയെ ചെറുക്കുന്ന ആൾക്കാർ തന്നെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് ബ്രിട്ടീഷുകാർക്ക് മാറുന്നുണ്ട്. ഈ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ മാറ്റക്കൃഷി അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ നടത്തിയിട്ടുള്ള ആദിവാസികൾ, ജും കൾട്ടിവേഷൻ നടത്തിയിട്ടുള്ള ആദിവാസി, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് ബ്രിട്ടീഷുകാർ മുന്നോട്ട് പറഞ്ഞു വെച്ചത്. പക്ഷേ ആ ബ്രിട്ടീഷ് മോഡേണിറ്റിക്കുള്ളിൽ പോലും ഉള്ള ഒരു ശക്തമായ നിലപാട് എന്ന് പറയുന്നത് ഈ പാരിസ്ഥിതിക തകർച്ചയ്ക്കനുസരിച്ചിട്ട് ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ, കൊളോണിയൽ ഇന്ത്യയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ആരോഗ്യം നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇതിനെ വ്യക്തമായി മുന്നോട്ട് പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു ചരിത്രകാരനാണ് റിച്ചാർഡ് ഗ്രൗ. ഈ പുസ്തകത്തിൽ റിച്ചാർഡ് ഗ്രൗവിനെ കുറിച്ച് ഡോക്ടർ ജസ്റ്റിൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രീൻ ഇമ്പീരിയലിസം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ ബാക്കി പറയുവാണെങ്കിൽ ഡെസിക്കേഷനിസ്റ്റുകൾ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അതായത് ഡെസിക്കേഷനിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ സർജൻസ്, ബൊട്ടാണിസ്റ്റുകൾ, ഫോറസ്റ്റേഴ്സ്, ബാക്കിയുള്ള സയൻറ്റിസ്റ്റ്, എത്തനോഗ്രാഫേഴ്സ്, ഇവരുടെ ഒരു വ്യൂഹം ഇന്ത്യയിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ, കമ്പനി റൂളിൻ്റെ സമയത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കൃത്യമായിട്ട് എടുത്തു കാണിച്ചു, ധൈര്യമായിട്ട് അവരെടുത്ത് കാണിച്ചു. കമ്പനി ചെയ്യുന്നത് റോങ് ആണ്, യു ആർ ഡൂയിങ് ദ റോങ്, ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ്, ഇങ്ങനെ വനനശീകരണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ആദിവാസികളും അതുപോലെ പാവപ്പെട്ട കർഷകരും മരിക്കും, ദാരിദ്ര്യം മൂലം മരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നേച്ചറിൻ്റെ ഹെൽത്തിനെ, നേച്ചറിൻ്റെ ആരോഗ്യത്തെ ആദിവാസിയുടെ അല്ലെങ്കിൽ പാവപ്പെട്ട കർഷകരുടെ ആരോഗ്യവുമായിട്ട് ബന്ധിപ്പിച്ചു. ഇതിന് റിച്ചാർഡ് ഗ്രൗവിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കലൈസേഷൻ ഓഫ് ജോഗ്രഫി എന്നാണ് പറയുന്നത്.
പ്രകൃതി പ്രകൃതി സംവിധാനത്തിൻ്റെ വൈദ്യശാസ്ത്രവൽക്കരണം. അവർ ശക്തമായ രീതിയിൽ പ്രതിഷേധം തീർത്തു എന്നുള്ളതാണ്. പക്ഷെ അവരുണ്ടാക്കിയ നോളജൊക്കെ പിന്നീട് കൊളോണിയൽ എംപയറാണ്. അവർ ഡെമോക്രാറ്റിക് രാജ്യമല്ലല്ലോ ഇന്ത്യയെ ഭരിച്ചത്. ബ്രിട്ടീഷുകാർ കോളനൈസറായിരുന്നു. അവർക്ക് ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യമുള്ളൊരു സമൂഹത്തെ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമൊന്നും അല്ലായിരുന്നു. തീർച്ചയായിട്ടും പ്രോഫിറ്റ് മോട്ടീവ് അവർക്കുണ്ടായിരുന്നു. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ ഡ്രൈവായിരുന്നു ഈ കൊളോണിയസിൻ്റെ പിന്നാമ്പുറത്തുണ്ടായിരുന്ന ശക്തി എന്ന് പറയുന്നത്. നവോമി ക്ലീനൊക്കെ പറയുന്നത് ഒരു ഡിസാസ്റ്റർ ക്യാപിറ്റലിസം, അതൊക്കെ പിന്നെ വരുന്ന പാക്കാണ്. അന്ന് തന്നെ അതൊരു ഡിസാസ്റ്റർ ക്യാപിറ്റലിസം ആയി മാറി അവിടെ. ദുരന്ത മുതലാളിത്ത വ്യവസ്ഥ അല്ലെങ്കിൽ ദുരന്ത മൂലധന വ്യവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ ആ സമയത്ത് മോഡേണിറ്റിയുടെ യുക്തി ഉണ്ടായിരുന്നു അവിടെ. ആ മോഡേണിറ്റിയുടെ യുക്തിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ ഈ പ്രശ്നങ്ങളെ കൃത്യമായ രീതിയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവർ ധരിപ്പിച്ചു, അതിന് ധൈര്യം കാണിച്ചു. ആ മോഡേണിറ്റിയും ആ വ്യവസായവൽക്കരണവും എല്ലാം തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു എലീറ്റ് വരേണ്യവർഗ പാരിസ്ഥിതിക സംഭാഷണത്തെയാണ് ഇപ്പം നമ്മൾ നേരിടുന്നത്. 1990s മുതൽ നമ്മൾ നേരിടുന്നൊരു സംഭവം അതാണ്. അവിടെ പറയുകയാണ് ആധുനികത വേണ്ട, അങ്ങോട്ട് പോകണ്ട, വ്യവസായം വേണ്ട, അങ്ങോട്ട് പോകണ്ട, നിങ്ങൾ മാത്രം പോകണ്ട, ഞങ്ങൾക്ക് പോകാം. അമേരിക്ക പണ്ട് പറഞ്ഞ പോലെ ഈ ക്ലൈമറ്റ് ക്രൈസിസ് എന്ന് പറയുന്നത് മറ്റാരോ ഉണ്ടാക്കിയതെന്നാണല്ലോ അമേരിക്ക പറയുന്നത്. അതുപോലെ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾ ഈ സംഗതികളൊക്കെ ശരിയാക്കി തരാം, നിങ്ങൾ അവിടെ ഇരിക്കുക, നിങ്ങൾ സേവിക്കുക എന്നാണ് പറയുന്നത്. ഈ സേവിക്കാൻ വേണ്ടി, എല്ലാ കാലത്തും സേവിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പിനെ, ഒരു വർഗത്തെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ അടിത്തട്ടിലെ ഏറ്റവും വലിയ ഘടന എന്ന് പറയുന്നത് കാസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് കാസ്റ്റിനെയും പാരിസ്ഥിതികവാദത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് മുകുൾ ശർമ്മയും അതുപോലെ തന്നെ അജന്ത സുബ്രഹ്മണ്യനും അതുപോലുള്ള പൊളിറ്റിക്കൽ എക്കോളജിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളും ബാക്കി ചരിത്രകാരന്മാരും വർക്ക് ചെയ്യുന്നത്. നിരാകരിക്കണം, ആധുനികതയെ നിരാകരിക്കണം, നഗരവൽക്കരണത്തെ നിരാകരിക്കണം, പക്ഷെ നാഗരികതയെ നിരാകരിക്കരുത്. നാഗരികത സിവിലൈസേഷനിലും നഗരവൽക്കരണം മോഡേണിറ്റിയുടെ ഭാഗവുമാണല്ലോ. നഗരവൽക്കരണം എന്ന് പറയുന്നത് മോഡേണിറ്റി, ആധുനികത കൊണ്ടുവന്നതാണ്. നാഗരികത എന്ന് പറയുന്നത് സിവിലൈസേഷനാണ്. അപ്പോൾ ആ സിവിലൈസേഷനുണ്ടല്ലോ, നമുക്കുണ്ടായിരുന്നൊരു സിവിലൈസേഷനുണ്ട്. ആ സിവിലൈസേഷനിലേക്ക് നമ്മൾ തിരികെ പോകണം. അതൊരു നാഗരിക സിവിലൈസേഷൻ ഉണ്ട് അവിടെ ശക്തമായ രീതിയിൽ. പക്ഷേ അവിടെ നേരത്തെ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ റിലേഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ഐഡിയൽ ഗ്രാമം ഉണ്ടായിരുന്നു എന്ന വാദത്തിലേക്ക് വെക്കുകയാണ്. ഐഡിയൽ ഗ്രാമം, ആ ഗ്രാമത്തെ പിന്താങ്ങിയ, അതിനെ സപ്പോർട്ട് ചെയ്ത സ്ട്രക്ചറാണ് ഈ ജാതി സമ്പ്രദായം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അംബേദ്കർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അല്ലേ, ഇന്ത്യയിലെ ഗ്രാമങ്ങൾ എന്ന് പറയുന്നതെല്ലാം എല്ലാ ദൂഷിപ്പിൻ്റെയും അക്രമത്തിൻ്റെയും ഒപ്രഷൻ്റെയും കാസ്റ്റ് ഒപ്രഷൻ്റെയും ഈറ്റില്ലമായിരുന്നു. സിങ്ക് എന്നല്ലേ വിളിക്കുന്നത്, സിങ്ക്, എല്ലാ മലിനവും അവിടെ ഒന്ന് വീട് വരുന്നതാണ്, ഈ ഗ്രാമങ്ങളിൽ ഒന്ന് വീടുകയാണെന്ന് പറയും. അതൊക്കെ പറയുന്നത് വേറൊരു ലോജിക്ക് അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. നമ്മളത് ഉടനെ അയ്യോ ഗാന്ധി അംബേദ്കർ ഡിബേറ്റ് എന്നുള്ള രീതിയിലല്ല നമ്മളതിനെ കാണേണ്ടത്. അംബേദ്കർ പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ടാണ് ആ സോഷ്യൽ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് അംബേദ്കർ സംസാരിച്ചത്. ഗോപാൽ ഗുരുവിൻ്റെയും സുന്ദർ സറൂക്കായുടെയും ഗ്രന്ഥം ക്രാക്ഡ് മിററിന് ശേഷം മറ്റൊരു ഗ്രന്ഥം വന്നു, സോഷ്യൽ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ സാമൂഹിക അനുഭവം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സാമൂഹിക അനുഭവം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ രീതിയിലുള്ള പാരിസ്ഥിതിക അനുഭവമല്ലേ. നിങ്ങളുടെ സാമൂഹിക അനുഭവം എന്ന് പറയുന്നത് പുറന്തള്ളലിൻ്റെ, എക്സ്ക്ലൂഷൻ്റെ സാമൂഹിക അനുഭവമാണോ എന്ന ചോദ്യമാണ് ക്രാക്ഡ് മിററിൽ ആദ്യം ചോദിച്ചത്. പിന്നീട് കുറച്ചുകൂടി അബ്സ്ട്രാക്ട് ചെയ്ത് സോഷ്യൽ എക്സ്പീരിയൻസിനെ കുറിച്ച്, സാമൂഹിക അനുഭവത്തെക്കുറിച്ചിട്ട് പറയുന്ന രണ്ടാമത്തെ അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരു സാമൂഹിക അനുഭവത്തിലേക്ക് എത്തപ്പെട്ട ഈ ജാതിയിൽ താഴ്ന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട വിതിൻ കോട്ട്സ് വളരെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ് അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ എൻവയോൺമെൻ്റലിസം എന്ന് പറയുന്നത്. അവരെന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തെ ഈ സോക്കോൾഡ് എൻവയോൺമെൻറ്റലിസ്റ്റുകളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കാത്തത് എന്ന ഒരു ചോദ്യമാണ് പുതിയ പഠനങ്ങൾ ചോദിക്കുന്നത്. വൈ വി ഡോണ്ട് ലൈക്ക് ദ എൻവയോൺമെൻ്റലിസം ഓഫ് ദ റിച്ച്. പക്ഷേ രാമേന്ദ്ര ഗുഹ മറ്റൊരു ഗ്രന്ഥത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഇന്ത്യൻ എൻവയോൺമെൻ്റലിസം ഈസ് ദ എൻവയോൺമെൻ്റലിസം ഓഫ് ദ പൂർ എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഇന്ത്യയിലെ പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളുടെ പാരിസ്ഥിതിക മുന്നേറ്റങ്ങളുടെ എല്ലാം അനുഭവിച്ചവരാണല്ലോ. അനുഭവിച്ച രീതിയിൽ അത് കറക്റ്റാണ്. പക്ഷെ അതെങ്ങനെയാണ് അവരുടെ പാരിസ്ഥിതിക ബോധ്യമാകുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന് വളരെ ആന്തരികപരമായ രീതിയിൽ വിഷയങ്ങളുടെ സംയോജനത്തിലുള്ള പഠനത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ബോട്ടണിയും സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയും എല്ലാം സംയോജിച്ച് ഉള്ള പഠനത്തിലൂടെ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കൂ എന്ന് ഞാൻ പറയുന്നു. ഞാൻ എൻ്റെ കാര്യം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, നമ്മുടെ സമയം വളരെ കുറവായതുകൊണ്ട് ഞാനിത് ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്,
ഈ അടുത്ത കാലത്ത് റോമില താപ്പർ എഴുതിയ 2020-21 കാലഘട്ടത്തിൽ കൊറോണ വൈറസിൻ്റെ സമയത്താണ് റോമില താപ്പർ അത് എഴുതാൻ തുടങ്ങുന്നത്. റോമില താപ്പറിൻ്റെ ഒരു മെമ്മേറാണ്. ആത്മകഥ എന്ന് റോമില താപ്പർ വിളിക്കുന്നില്ല, ജസ്റ്റ് ബീയിങ് എന്നാണ് ആ ആത്മകഥയുടെ പേര്. അതിനകത്ത് റോമില താപ്പർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ റോമില താപ്പറിൻ്റെ ഒരു ഗാർഡനിൽ ഇരുന്നാണ് റോമില താപ്പറിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ റോമില താപ്പർ പറയുന്നുണ്ട്, ഈ തണുപ്പുള്ള മേഖലകളിലുള്ള ചെടികളൊക്കെ അത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കും. അവരിങ്ങനെ കൂടി വന്ന് അടുത്ത് വന്നിങ്ങനെ ഇടപെടുകാറില്ല, മിങ്കിളിയറില്ല, ക്ലാസ്പിയറില്ല അവർ. പക്ഷെ ട്രോപ്പിക്കൽ റീജിയനിലെ മരങ്ങൾ അങ്ങനല്ല. അവരിങ്ങനെ അടുത്ത് വന്ന് സംസാരിക്കും, അടുത്ത് കെട്ടിപ്പുണരുന്നത് പോലെ അവർ നിൽക്കും. ആ ഒരു കൂട്ടായ്മ, ഡൈവേഴ്സിറ്റിയുമുള്ള ഒരു കൂട്ടായ്മയാണ് ഇന്ത്യയുടെ കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ പാരിസ്ഥിതിക ചരിത്രത്തെ പഠിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് നമ്മൾ ഉയർത്തേണ്ട ഒരു പ്രധാന ചോദ്യം. അതിലാരെയും തഴയാതെ ഇന്ത്യയുടെ പരിസ്ഥിതിയെ നന്നാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. നമ്മൾ കൊണ്ടുവരുന്ന കൺസർവേഷനും നമ്മൾ കൊണ്ടുവരുന്ന ബാക്കിയുള്ള എക്കോളജിക്കൽ റിസ്റ്റോറേഷനും ഒക്കെ ആരെയൊക്കെയാണ് വീണ്ടും വീണ്ടും പുറത്താക്കുന്നത് എന്ന ചോദ്യത്തിലൂടെ വേണം ഈ പുതിയ പാരിസ്ഥിതിക ചരിത്രത്തിലേക്ക് നമ്മൾ കയറുവാനായിട്ട്. അങ്ങനെ കയറുവാനായിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു സൈൻ പോസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭൗമരേഖ സാമൂഹിക പാരിസ്ഥിതിക ചരിത്രം, ഡോക്ടർ ജസ്റ്റിൻ മാത്യു എഴുതിയ പുസ്തകം. താങ്ക് യു.